Hi all, once again welcome back to Tech Malayalam. ഇന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. കാരണം നമ്മളൊരു പുതിയ ഇയർ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. January 1st ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നിങ്ങളുടെ ഈ ഒരു ഇയർ 2020 എല്ലാവർക്കും എന്താ പറയുക, ഫുൾ സന്തോഷവും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഇന്നത്തെ കാലത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ ആളുകൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യാത്ത ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും യൂസ് ചെയ്തവരായിരിക്കും മിക്ക ആളുകളും. എല്ലാവരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും, സിസ്റ്റം വീട്ടിൽ നമുക്കത് കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. അപ്പം പിന്നീട് നമുക്ക് ലാപ്ടോപ്പ് വന്നപ്പോൾ എല്ലാവർക്കും അത് എവിടെ പോകുമ്പോഴും നമുക്കത് കൊണ്ട് നടക്കാം, പോർട്ടബിൾ ആണ്, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായി. എന്നാൽ ഇപ്പം ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിലും പലർക്കും ബാഗിലിട്ടൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. പലർക്കും അത് ഇഷ്ടമായിട്ട് വരുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഈ ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെയാണ്. അതാവുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ ഒരു അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടി വെറും 700 ഗ്രാം മാത്രം വെയിറ്റ് ഉള്ള ഒരു ലാപ്ടോപ്പുമായി വന്നിരിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും ചെറിയ ലാപ്ടോപ്പുമായി വന്നിരിക്കുകയാണ് മാജിക് ബെൻ എന്ന ഒരു ചൈനീസ് കമ്പനി. മാക് ബൺ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഒരു ചെറിയ നമ്മുടെ സാധാരണ A4 ഷീറ്റിൻ്റെ പകുതി മാത്രം വലിപ്പം വരുന്ന ഈ ഒരു ചെറിയ ലാപ്ടോപ്പിൽ ടച്ച് പാഡ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മറ്റുള്ള ലാപ്ടോപ്പിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ USB പോർട്ട്, Type-C കണക്ടർ, മൈക്രോ SD കാർഡ് റീഡർ തുടങ്ങിയ സൗകര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിന് പ്രൈസ് വരുന്നത് 56,380 റുപ്പീസാണ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 7 മണിക്കൂർ വരെ പ്രവർത്തിക്കാനുള്ള ബാറ്ററി ലൈഫ് ഈ ലാപ്ടോപ്പിന് കിട്ടും. കൂടാതെ നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനും സാധിക്കും. ഇതിൽ അത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലാപ്ടോപ്പിന് വെബ് ക്യാം ഇല്ല എന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്റൽ കോർ M38100Y ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. 8GB DDR3 റാമും 256 GB റോമുമാണ് വരുന്നത്. മൈക്രോ SD കാർഡ് സപ്പോർട്ട് ആവും അപ് ടു 128 GB. 8.9 ഇഞ്ചസ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ലാപ്ടോപ്പിന് വരുന്നത്. ഒരു USB Type-C പോർട്ടും ഒരു നോർമൽ USB പോർട്ടും, അതായത് USB Type-A പോർട്ടുമാണ് ഈ ലാപ്ടോപ്പിന് ഉള്ളത്. മൈക്രോ HDMI പോർട്ട് ഇതിനുണ്ട്. ഇതിലൂടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ മിറർ ചെയ്തെടുക്കാൻ സാധിക്കും. 3.5mm ഹെഡ്സെറ്റ് ജാക്കും അവൈലബിൾ ആണ്. 8600 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ലാപ്ടോപ്പിന് ഉള്ളത്. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാപ്ടോപ്പിൻ്റെ കൂടെ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് നിഷോണ. ബൈ.